മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് നവീകരണ ശേഷം അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. വാർഡ് മെമ്പർ MP ജുമൈലയുടെ നേതൃത്വത്തിലാണ് മുക്കം പോലീസ്, KRFB എന്നിവരുടെ അനുമതിയോടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായി സഹകരിച്ച് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത്. സ്പീഡ് ബ്രേക്കറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത നിർവഹിച്ചു. റോഡ് നവീകരണ ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി അപകടങ്ങൾ നടന്ന കൊടിയത്തൂരിനും സൗത്ത് കൊടിയത്തൂരിനും ഇടയിൽ കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിലായാണ് അപകടങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം MP ജുമൈലയുടെ നേതൃത്വത്തിലാണ് മുക്കം പോലീസ്, KRFB എന്നിവയുടെ അനുമതിയോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത്. നേരത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന പ്രദേശവാസികളുടെ യോഗത്തിൽ റോഡിൽ അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും KRFB അധികൃതർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 30ഓളം അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഒരു മാസം മുമ്പ് ബസ്സിനടുത്തേക്ക് ഓടി വന്ന 3 വയസ്സുകാരി ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ മൂലം രക്ഷപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ഭാഗത്തെ അപകടങ്ങളും ചർച്ചയായത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, അമിതവേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയെല്ലാം അപകടത്തിന് കാരണമാവുന്നുണ്ട്. വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും ഉൾപ്പെടെ പലപ്പോഴും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുറമെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ ഓഫീസ് കെട്ടിടം, കോംട്രസ് കണ്ണാശുപത്രി, സ്വകാര്യ മെഡിക്കൽ സെൻറ്റർ തുടങ്ങിയവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്കെല്ലാമായി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തിച്ചേരുന്നത്. സ്പീഡ് ബ്രേക്കറിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത നിർവഹിച്ചു. കൊടിയത്തൂർ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ മുൻപിലുള്ള റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ പാലക്കോട് പറമ്പ് റെസിഡൻഷ്യൽ അസോസിയേഷൻ പഞ്ചായത്തിലൊരു നിവേദനം നൽകുകയും അതിന് പ്രകാരം വാർഡ് മെമ്പർ ജുമൈലയുടെ നേതൃത്വത്തിൽ അന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. മുക്കം പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. പിറ്റേന്ന് തന്നെ KRFBയിൽ നിവേദനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓവർസിയറും എഞ്ചിനീയറൊക്കെ സ്ഥലത്തെത്തി പരിശോധിക്കുകയും സുരക്ഷാ നടപടികൾ, സിഗ്നലുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിർദ്ദേശിക്കുകയും അതിന് പ്രകാരം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായിട്ട് സഹകരിച്ച് മുക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചുള്ളിക്കാപ്പറമ്പ് ഫ്രഷ്ലി സൂപ്പർ മാർക്കറ്റിൻ്റെ സഹായത്തോടെ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. വാർഡ് മെമ്പർ MP ജുമൈല, പഞ്ചായത്ത് അംഗം TP ഷർഫുദ്ദീൻ, മുക്കം SI മനോജ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ ബിനോയ് വിശ്വം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷെരീഫ് അമ്പലക്കണ്ടി, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, TK അനീഫ, പാലക്കോട്ട് പറമ്പിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി സുരേഷ് ബാബു, റഹീസ്, അർഷദ് ഖാൻ, E മുഹമ്മദ്, KK ജാഫർ, TP ഫഹീം, PV നൌഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.